ഹായ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് അദീനെ അഖിലയാണ് എൻ്റെ കൂടെ ഈവനിങ് ഡ്യൂട്ടിക്കുള്ളത്. ബാക്കി എല്ലാവരും പോയി. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം. കുറച്ച് ഇന്നലത്തെ പോലത്തെ ചോദ്യമല്ല, എന്നാലും കുറച്ച് ടഫായിട്ടുള്ള ചോദ്യം ചോദിക്കാം. അപ്പോൾ അവർ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചായ അല്ലേ കുടിക്കുക. അപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്ക് ചായ മേടിച്ചു കൊടുക്കാം. മിക്കവാറും ചായ മേടിച്ചു കൊടുക്കേണ്ട വരില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്, നോക്കാം. അനില എന്തേ എന്തേലും പറയണ്ടേ? ഉറക്കെ പറയടി. ഞാനേ പോലെ ഡെഡിക്കേഷൻ എനിക്ക് വയ്യ. ഞാനേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? നീ ഇത് കേട്ടിട്ടുള്ളതാണെങ്കിൽ അത് പറയണം കേട്ടോ, മറ്റേ ബുദ്ധിമതി ചമയരുത്. ഒരു ആനയും ഉറുമ്പും അമ്പലത്തിൽ പോയി. രണ്ടുപേരും ഒരുമിച്ചാണ് അമ്പലത്തിൽ കയറിയത്. ആന വേഗം തൊഴുതിട്ടിറങ്ങി, അമ്പലത്തിന് പുറത്തിറങ്ങി. പക്ഷെ ഉറുമ്പിനെ നോക്കിയിട്ട് കാണാനില്ല. അപ്പൊ ആന ഓർത്ത്, അയ്യോ ഉറുമ്പ് എവിടെ പോയി? അപ്പൊ ഒരുമിച്ച് വന്നല്ലേ, ഒന്നിച്ച് പോയില്ലേ. അപ്പൊ അങ്ങനെയാണല്ലോ, ഒന്നിച്ച് പോയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ആന നോക്കി, എത്ര നോക്കിയിട്ട് ഉറുമ്പിനെ കാണാനില്ല. പക്ഷെ ആനയ്ക്ക് മനസ്സിലായി ഉറുമ്പ് അമ്പലത്തിന്റെ ഉള്ളിലുണ്ടെന്ന്. എങ്ങനെയായിരിക്കും? എടി പോടി. നിനക്ക് ഇത്രയും അപ്പൊ നീ കേട്ടിട്ടുള്ളോണ്ട് ഞാൻ പറഞ്ഞല്ലോ, കേട്ടിട്ടുണ്ടെങ്കിൽ പറയണെന്ന്. ശരി ശരി, അപ്പൊ നീ കേട്ടിട്ടുണ്ടെങ്കിൽ എന്നാ വേറെ ചോദിക്കാം. ശരി, ഇത് നീ പറയില്ല. ഒരു കോഴിക്കുഞ്ഞും. അപ്പൊ കോഴിയമ്മയും കോഴി. അപ്പൊ അങ്ങനെ ആ അമ്മക്കോഴിയും കുഞ്ഞിക്കോഴി ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു പോരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്കും ഈ കുഞ്ഞിക്കോഴീനെ കാണാനില്ല. അപ്പോൾ അമ്മക്കോഴി എല്ലായിടത്തും ഇങ്ങനെ തെരഞ്ഞു നടക്കുമ്പോൾ നോക്കുമ്പോൾ കുഞ്ഞിക്കോഴി ഒരു മരത്തിന്റെ മേലെ കയറി ഇരിക്കുന്നുണ്ട്. അപ്പൊ അമ്മക്കോഴി താഴേന്ന് വിളിച്ചു ഇറങ്ങി വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ കുഞ്ഞിക്കോഴിക്ക് ഭയങ്കര പേടി, എങ്ങനെ ഇറങ്ങി വരാന്ന് ഓർത്തിട്ട്. അപ്പോ എങ്ങനെ സേഫായിട്ട് ഇറങ്ങി വന്നു. പക്ഷെ കുഞ്ഞിക്കോഴി എങ്ങനെയായിരിക്കും ഇറങ്ങി വന്നിട്ടുണ്ടാവുക? പിന്നെ പറന്നിട്ട് ചെറിയ കുട്ടി അല്ല, അത് നമ്മള് ഇല്ല, തള്ളക്കോഴി താഴെ തിന്നെ. ഓ പിന്നെ പേടിച്ചൊന്നുമില്ല, പേടിക്കാനുള്ള ബുദ്ധിയൊന്നും അതിനില്ല. എടീ, തള്ളക്കോഴി താഴേന്ന് വിളിച്ചു. അപ്പൊ അത് സുരക്ഷിതമായിട്ട് താഴെ വന്നു. അതെങ്ങനെയാ? എങ്ങനെ വന്നു കാണും? ഇല്ല. ഓ പിന്നെ അല്ല, PSC പൊടി. കുസൃതി ചോദ്യം ചളിയാടി. അദീന എവിടെ? ശരി, അദീന വന്നിട്ട് അദീനയോട് കൂടി ചോദിച്ചിട്ട് ഉത്തരം പറയാം. നിനക്ക് ഉത്തരം അറിയോ? എന്താന്നറിയാവോ, നിങ്ങൾ ഇതിന് രണ്ടിനും ഉത്തരം പറഞ്ഞാല്
ആ അത് ലാസ്റ്റ് പറയാവേ. അല്ല നിങ്ങക്ക് ഇന്ന് വൈകിട്ട് ഞാനൊരു സാധനം മേടിച്ചു തരുന്ന. ഞാൻ മേടിച്ചു തരൂ, മേടിച്ചു തരൂടി, മേടിച്ചു തരൂ. അത് നിനക്ക് അറിയുന്നല്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? എന്തടി പറയില്ല എന്ന് പറഞ്ഞിട്ട്? ഒരു കോഴിയും ഒരു കോഴിയമ്മയും അവര് നല്ല സുഖമായിട്ടൊക്കെ ജീവിക്കായിരുന്നു. ഒരു ദിവസം കോഴിക്കുഞ്ഞിനെ കാണാണ്ടായി. കോഴിയമ്മ പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്കും കോഴിക്കുഞ്ഞ് മരത്തിന്റെ മേലെ കയറിയിരിക്കാം. പക്ഷെ കോഴിക്കുഞ്ഞ് സേഫായിട്ട് താഴെ വന്നു. എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? അമ്മ നോക്കി കഴിഞ്ഞപ്പോ കൊച്ചു മരക്കൊമ്പിലായിരുന്നു, പക്ഷെ കുട്ടി സേഫ് ആയിട്ട് താഴ്ത്തെത്തി. അപ്പൊ അങ്ങനെയാ പറഞ്ഞത്. എന്തോ ഇത് നീ നിങ്ങൾ രണ്ടുപേരും ഒരേ രീതി മാത്രം ചിന്തിക്കണെന്ത്? കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്ക്. എങ്ങനെയായിരിക്കും? എന്തത് പിന്നല്ലാണ്ട്? നിന്റെ നിലവാരം നിങ്ങൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ചോദിച്ചത്. അല്ല, നിന്നോട് ചോദിച്ചത്. കോഴിക്കുഞ്ഞ് എങ്ങനെയാണ് പറ്റോ പറയാൻ? നീ ഒന്നുകൂടെ പറ. എടി, ആ കോഴിക്കുഞ്ഞിനെ താഴെ ഇറക്കി അമ്മ. അമ്മ മേലെ ചെന്നിട്ടൊന്നുമില്ല, അല്ലാണ്ട് അമ്മ താഴെ നിന്ന് തന്നെ. അതെ, അമ്മ കോഴിയാണ് കൊക്കരക്കോ കൂവണേ. പറയ്. അതെ, കൊക്കരക്കോ കൂവാണ്, കൂവൻ കോഴിയാ. ഞാൻ വീട്ടിൽ ചോദിക്കാൻ ഉത്തരം പറയടി. ഗൈസ്, ഇവർക്ക് ഉത്തരം അറിയില്ല. ഉത്തരം അറിയില്ല എന്ന് പറയണേ. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം. എന്താ ചെയ്യാ? അതുണ്ടല്ലോ, അമ്മക്കോഴി താഴെ നിന്നിട്ട് പാട്ട് പാടി. അപ്പൊ അതിന് സ്റ്റെപ്പ് വെച്ചിട്ട് കോഴിക്കുഞ്ഞറിയും. ആ സ്റ്റെപ്പ് വെച്ചിട്ട് ആ കോഴിക്കുഞ്ഞ് നിലത്താണെങ്കിലോ, ആര് സമാധാനം പോലെ കൈയും കാലും ഒടിച്ചെങ്കിലോ ഒരു മാതിരി